ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? യെസ് ആക്കാമെന്ന് രേണുസുതി. ഐ മീൻ UK നൗ. മുകളിൽ കാലിന്റെ തൊടയുടെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇതൊരു സബ്സ്ക്രിപ്ഷൻ പരിപാടിയാണ്. ഫോട്ടോ മാത്രം കാണിക്കലല്ല ഇപ്പത്തെ പുതിയ രേണുസുതിയുടെ പണി. എടോ ഡയറക്റ്റ് മീറ്റിംഗിന് എത്രയാകും എന്ന് പറഞ്ഞില്ല, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്ന് രേണു. മാനേജർ വഴിയാണ് മാംസ കച്ചവടം നടക്കുന്നത്. ഇപ്പോ ഇത് കണ്ടിട്ടും ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ ഇവരെങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമ്മൾ ആലോചിക്കണം. സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി നക്ഷത്രം വന്നിട്ട് സുധിച്ചേട്ടന്റെ മണമുള്ള ഒരു സ്പ്രേ കൊടുക്കുന്നു. അവിടുന്ന് കരച്ചിലും മെഴുകലുമായി വൈറലായി ഷോർട്ട് ഫിലിമും കാര്യങ്ങളുമായിട്ട് നേരെ ബിഗ് ബോസിലോട്ട്. ബിഗ് ബോസ് എന്ന് വന്ന ശേഷം നേരെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് പോട്ടെ എന്ന് വെക്കാം, എന്തൊക്കെ വാണത്തരങ്ങൾ കാട്ടിക്കൂട്ടിയാലും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷനിൽ ഇമാതിരി ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ റിയൽ മീറ്റിന് ആൾക്കാരെ ക്ഷണിക്കുന്നത് ഈ ചാറ്റിങ്ങിൽ കണ്ടതിന് അത്യാവശ്യം വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത്. ഇത്രയും മതം പതിച്ചു പോയ രേണുസുതി എന്നാണ് ചോദിക്കാനുള്ളത്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നായ്ക്കൾ വരും, അത് ആദ്യം ആലോചിക്കണം. ഈ ചാറ്റ് പുറത്തു വിട്ടിരിക്കുന്ന യൂട്യൂബറായ ഷെഫിന ബേബി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അവര് പറഞ്ഞ പ്രകാരം ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്ക്ലോസ് ചെയ്യാനുണ്ട്. ന്യൂഡിറ്റി പ്രശ്നമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ യൂട്യൂബിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ ബാക്കി കാര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ പലരും ചോദിച്ച കാര്യമാണ്, എന്താണ് നിങ്ങളിൽ എന്ത് തെളിവാണ് ഉള്ളത്? ഇതിനേക്കാൾ തെളിവുകൾ ഉണ്ട്, അതൊന്നും എനിക്ക് പബ്ലിഷ് ചെയ്യാവുന്നതിൽ എന്റെ ചാനലിൽ പ്രോബ്ലം വരും. കാരണം അറിയാലോ, ന്യൂഡിറ്റി ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ അതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂല. എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും. അത് ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സച്ച് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വരണമെങ്കിൽ പോലീസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐക്ലൗഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സേവിംഗ് ഓപ്ഷനാണ് ഐഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങളും സേവ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ചാറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെ എത്രത്തോളം മതം പതിച്ചു പോയി എന്നുള്ളത്. എന്തൊക്കെ വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള വഴിയുണ്ട്, ഉദ്ഘാടനങ്ങളുണ്ട്, പ്രൊമോഷൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ. ഫോട്ടോ കാണിക്കുന്നത് ഞാൻ അംഗീകരിക്കണമെന്നല്ല അവിടെ ഞാൻ പറയുന്നത്. നല്ല രീതിക്ക് സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതിനെ മാറ്റി തൊടവരെ കാണിച്ചിട്ട് ആൾക്കാരെ സുഖിപ്പിക്കുന്നത്. പക്ഷെ അതിന് രേണുസുതി തരുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ആൾക്കാർക്ക് എന്റെ തൊട ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. കാലിന്റെ വീഡിയോസ് ഇത് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് എടുത്തുകൊണ്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരാളുടെ ശരീരഭാഗങ്ങൾ കാണിച്ച് അതിൽ ആത്മാർത്ഥത കൊണ്ട് സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് വിശേഷിപ്പിക്കലാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു തോൽവിയായിട്ട് ഞാൻ കാണുന്നത്. അവരുടെ കണ്ണിൽ എന്തോ വലിയ കാര്യമാണ്. ഫാൻസ് ആയിട്ടാണ് രേണുസുതി അവിടെ ഈ ആൾക്കാരെ പറയുന്നത്. ഫാൻസ് അല്ല, കടിമൂത്ത കുറച്ച് കാമകണ്ണന്മാര് അങ്ങനെ വേണം പറയാൻ. ഇവരെങ്ങനെ നമുക്ക് ഫാൻസ് ആയിട്ട് കാണാൻ പറ്റുക? റിയൽ മീറ്റിന് പറ്റുമോ? ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ തന്നെ കാരണം ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഞാനൊന്നും കക്കുന്നില്ല എന്ന് പറഞ്ഞ് കക്കലാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. രേണുസുതി ഈ സ്ക്രീൻഷോട്ടിനെ പറ്റി പ്രതികരിക്കില്ല, അങ്ങനെ ആവശ്യമുള്ള ഒരു കാര്യത്തിനെ പറ്റിയും പ്രതികരിക്കില്ല. ആരെങ്കിലും വന്നിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം കൃത്യമായിട്ട് മറുപടി കൊടുക്കും. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ അവരുടെ സംസ്കാരം കാണിക്കാനൊക്കെ എല്ലാത്തിനും തയ്യാറാണ്. അത് ആ ഉദ്ദേശത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് പോലും ഒരു മുന്നോട്ട് വെക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെ ഫാക്റ്റാ തന്നെയാണ്. നാളെ അവർക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഷെഫിന ബേബിക്ക് എതിരെ കേസ് കൊടുക്കാം. കേസ് കൊടുത്താലും എന്തൊക്കെ ചെയ്താലും ഇത് റിയൽ ആണോ അല്ലേ എന്നുള്ള കാര്യം ഇവരുടെ പറയേണ്ടി വരും. അപ്പൊ അതിനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒന്നും പ്രതികരിക്കാത്തത്. കുറച്ചുപേർക്കെല്ലാം അറിയാവുന്നതാണ് മീൻ വിറ്റ് വൈറലായ ഹനാൻ എന്ന് പറഞ്ഞ ആള് ബിഗ് ബോസിലെ രേണുസുതി ബിഗ് ബോസിൽ ഇരുന്ന സമയത്ത് അവരെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അന്നൊന്നും നമ്മളത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനടക്കം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുമ്പോ നമ്മളറിയാതെ വിശ്വസിച്ച് പോവാണത്. ഇവള് മറ്റേ എന്താ പറയാ, ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില്. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചപ്പോഴും? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴും ഈ സുജിയുടെ അറിയാണ്ട് വിളിച്ച് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. അത് വിളി സംസാരിച്ചപ്പോ തന്നെ ഇതുകൊണ്ട് വായിന്ന് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി നടക്കില്ല, ഒന്ന് ഇട്ട് നോക്കില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്തു നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സുജിയായിട്ടുള്ള എന്തായാലും ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ മാറിയിട്ട് നേരെ റിയൽ മീറ്റ് മാംസ കച്ചവടത്തിലായിട്ടുണ്ട് രേണുസുതി. അതിനെ ചുക്കാൻ പിടിക്കാൻ പിങ്ക് പോലീസാ തോന്നുന്നു ഇവരുടെ മാനേജർ അവളും. എന്തായാലും പരിപാടി നടക്കട്ടെ, ഉഷാറാവട്ടെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊന്നും കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കക്കാതിരിക്കുക. ചെയ്തതാണെങ്കിൽ പറഞ്ഞു അയാം, പക്ഷെ അത് പറയാനുള്ള ചങ്കുറപ്പൊന്നും ഇല്ലല്ലോ. അതായത് രേണുവിന്റെ കണ്ണിൽ ഇങ്ങനെയാണ്, അയ്യോ എന്റെ സബ്സ്ക്രിപ്ഷനാണ്, എന്റെ ആരാധകരാണ്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണം. ആരാധകരാരെങ്കിലും തൊട കാണിക്കാൻ പറയും. അത് ആലോചിക്കാൻ പോലും ഇവർക്കുള്ള ബുദ്ധിയില്ല. അത് ചോദിക്കുമ്പോ തന്നെ ഓരോ പിക്ക് സ്റ്റോറി ഇട്ട് കൊടുത്തിട്ട് അത് കാണിക്കാനും. റിയൽ മീറ്റ് എന്തായാലും തകർക്കട്ടെ. ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായത്തിന് ഇവിടെ വിലയുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ മാത്രം. നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടല്ലോ, കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്തായാലും കമന്റിൽ പറയുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണാം. അപ്പോൾ ബൈ.